ഈ അമ്മാമ്മയുടെ വീട്ടിൽ അലമാരി തുറക്കുന്ന ശബ്ദം, വീട് തുറക്കുന്ന ശബ്ദം, ഇതെല്ലാം കേൾപ്പിച്ച് യൂട്യൂബിൽ വീഡിയോ കണ്ട് ഈ മനുഷ്യൻ അവിടെ ചെന്നതാണ്. യൂട്യൂബ് കണ്ടിട്ട് അവിടെ ചെന്നു, അവരുടെ വീട്ടിൽ ചെന്നതാണ്. പറഞ്ഞതെല്ലാം കറക്റ്റായിരുന്നേ. ശരിയാണ്. കിണർ ഡോറ് കടവെല്ലാം ശരിയാണ്. റോഡും ട്രാൻസ്ഫോമറൊക്കെ കറക്റ്റാണ്. ഒരു ഫോട്ടോ വെച്ചേക്കുന്നു. ആരുടെ? ഈ തടി വെച്ച പുള്ളി. ഒരു ദൈവം ഉണ്ടാകരുത്. കർത്താവ് യേശു ക്രിസ്തു അല്ല ഒരു ദൈവം. പത്തനംതിട്ട പേര് ശുഭ എന്നാകണ്ടേ. ശുഭ ഒരു വിഷയവുമായിട്ട് തേങ്ങി അവിടെ നിൽക്കുന്നത്. അതെ, ഇന്നൊരു മറുപടി ഉണ്ട്. ഇന്നലെ ഇവിടെ വന്നായിരുന്നു. ഇന്നലെ ആദ്യമായിട്ടാണോ വരുന്നത്? നേരത്തെ അവിടെ തിരുവല്ലയിൽ വന്നിട്ടുണ്ട്. തിരുവല്ലയിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഇരുന്നോ? വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ ഇരുന്നോ? ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, സംസാരിച്ചിട്ടില്ല. ഇല്ല. നിങ്ങളുടെ ഏകദേശം ഒരു പൊക്കത്തൊക്കെയാ നിങ്ങളുടെ. അതൊക്കെ തന്നെയാ. അതെ. ഒരുമിച്ചാണോ? ആണോ? ഇവിടെ ഇരിക്കുമായിരുന്നു. മലമണ്ടയ്ക്കാ ആണോ? ആന്ന്. എവിടാന്ന് പറഞ്ഞ ചുരുളിക്കോട്. എവിടാന്ന ദൈവത്തമ്പുരാനറിയാം. എവിടാ? അത് കഴിഞ്ഞടുത്തത് അല്ലേ ചുരുളിക്കോട്. ഞാൻ കാണുന്നൊരു കാഴ്ച പറയാം. ഷീബ സിസ്റ്റർ. ഷീബ അല്ലല്ലോ, എന്തായിരുന്നു? ഷീബാന്ന് പള്ളിയിലെടുത്ത പേര്. എനിക്ക് തെറ്റുകയല്ല. അവിടെ ക്ലോസ് ചെയ്തായിരിക്കും പോലെ. ജിബി അവിടെ നിന്നോ, ജിബി ബ്രദർ അവിടെ നിന്നോ. ഞാൻ അന്നേരം എന്നെ ഷീബ എന്നാ കാണിക്കുന്നത്. പക്ഷെ ശുഭ എന്ന് പറഞ്ഞപ്പോൾ എനിക്കെല്ലാം തെറ്റി. ഞാൻ ഇനി എന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. പേരെന്താ പറഞ്ഞേ? ഷീബ. ഇപ്പൊ താമസിക്കുന്ന വീട് ആരുടെയാ? ചാൻ്റെയാന്നോ? അതെ, ചാൻ്റെ വീടല്ലേ? എന്താ പേര്? ഷൈബു. ഷൈജു എന്നാ എഴുതിയേക്കുന്നെന്ന് മാത്രം. ഷൈജു എന്നൊരു പേരുണ്ട്. ചാൻ ആദ്യമായിട്ടല്ലേ വരുന്നേ ഇവിടെ? ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിനു മുന്നേ തിരുവല്ലായി വന്നായിരുന്നു. എന്നെ കണ്ടോ? അന്ന് പാസ്റ്റർ ഒരു മരണത്തിന് പോകണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് കണ്ടില്ല. നിങ്ങൾ രണ്ടും പ്രാർത്ഥിച്ചു. അച്ഛാ, എന്നെ കർത്താവ് കാണിക്കുന്നത് അലിമുക്ക് നിങ്ങളാന്നല്ലേ പറഞ്ഞു? ഓക്കെ, ഡൺ. അത് തന്നെ മൈൻഡിൽ കയറി കിടക്കണം. എന്നെ കർത്താവ് കാണിക്കുന്നത് ഞാൻ വലിയ അച്ഛൻ അറിയോ ഈ സ്ഥലം? അറിയാം. ഞാൻ വലിയ ജംഗ്ഷനൊന്നും അല്ല കാണുന്നത്. 1, 2 വഴികളുള്ളൊരു സ്ഥലമാണ് കാണിക്കുന്നത്. 3 വഴികളുണ്ട്. 2 വഴികളാണ് ഞാൻ കാണുന്നത്. മെയിനായിട്ട് മെയിൻ റോഡല്ല, അല്ലാതെ മൊത്തം 2 വഴികളാണ് ഞാൻ കാണുന്നത്. ശരിയാണോ? കറക്റ്റാ. മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലത്തോട്ട് റോഡ് കിടപ്പുണ്ട്, ഇടത്തോട്ട് റോഡ് കിടപ്പുണ്ട്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ശരിയാണല്ലോ? ശരിയാ. ഞാനിവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഇടത്തോട്ടുള്ള റോഡ് സഞ്ചരിക്കാൻ പറയുന്നു. ശരിയാ? ഇടത്തോട്ടുള്ള റോഡ് സഞ്ചരിക്കാൻ പറഞ്ഞു. ഇച്ചിരി എളുപ്പത്തിൽ പറഞ്ഞ ഞാൻ 2-3 ഓട്ടോയൊക്കെ കിടക്കുന്ന ഏറിയല്ല നിൽക്കുന്നത്. ഓക്കെ,
ആണോ? അതുവഴിയുള്ള റോഡാണ് കാണിക്കുന്നത്. ആണോ? ആണോ? ആ റോഡ് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഓൺലൈനിൽ കൂടെ കാണുന്നുണ്ട്. നാളെ വരും. ഇതിൻ്റെ അകത്ത് വലിയൊരു അത്ഭുതം നടന്ന കേസുണ്ട്. ഒന്ന് എഴുതേക്കാവോ? പുള്ളി ഒന്ന് കണ്ടേര്. പുള്ളി നമ്മുടെ മാവേലിക്കര ഒരു വീട്ടിൽ ചെന്നതാണ്. ഞാൻ എഴുന്നേപ്പിച്ച ഒരാളുടെ വീട്ടിൽ ചെന്നതാണ്. ചെന്ന് ഓൺലൈനിൽ കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. കുഴപ്പമില്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ വിഷയം മൊത്തം ഇന്ന് അവസാനിക്കുക. അത് ശരിക്ക് പിടിച്ചോണം. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയും അമ്മാമ്മയുടെ വീട്ടിൽ എഴുന്നേറ്റോ. നമ്മുടെ വീട്ടിലല്ലേ വന്നേ? അതെ. ആ അമ്മാമ്മ കൂടെ ഒന്ന് കാണിച്ചേ. ഈ അമ്മാമ്മയുടെ വീട്ടിൽ അലമാരി തുറക്കുന്ന ശബ്ദം, വീട് തുറക്കുന്ന ശബ്ദം, ഇതെല്ലാം കേൾപ്പിച്ച് യൂട്യൂബിൽ വീഡിയോ കണ്ട് ഈ മനുഷ്യൻ അവിടെ ചെന്നതാണ്. യൂട്യൂബ് കണ്ടിട്ട് എവിടെ ചെന്നു? അവരുടെ വീട്ടിൽ ചെന്നതാണ്. പറഞ്ഞതെല്ലാം കറക്റ്റായിരുന്നേ? ശരിയാണ്. കിണർ ഡോറ് കളറെല്ലാം ശരിയാണ്. റോഡും ട്രാൻസ്ഫോമറൊക്കെ കറക്റ്റായിരുന്നു. പുള്ളി അങ്ങനെ അവിടെ ചെന്നതാ. ചെന്ന് കണ്ടു, ക്ലിയർ ചെയ്തു. പുള്ളി ഇവിടെ വന്നു. കണ്ടു. ഞാൻ ഇവരുടെ വീട്ടിൽ പോയിട്ട് ഇന്നും പോയിട്ടില്ല. ഞാൻ വന്നിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. ഞാൻ പോകാതാണ് പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞ കള്ളത്തരമാണേലും സത്യമാണേലും പുള്ളിയോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ആ വ്യക്തിയോട് നിങ്ങൾ ചോദിക്കണം. ഇതെല്ലാം പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്നറിയാമോ? ആ മനുഷ്യൻ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട്, ഒരു പ്രാർത്ഥന വിഷയമായിട്ടാണ് വന്നേക്കുന്നത്. ബ്രദറെ, ഒരു മിനിറ്റ് ഇതൊന്ന് തീർത്തേച്ച് വരാം. നമുക്ക് ആ ഒത്തിരി വീടുകളുള്ള ഏരിയയിലോട്ട് ഞാൻ വരുവാ. ആ കോൺക്രീറ്റ് ഇട്ട റോഡ് ഇങ്ങനെ കയറ്റം കയറി ഞാൻ വരുവാ. ശരിയാണോ? ഞാൻ വരുവാ. വെയിറ്റ്. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ചിലതിന് തറക്കല്ലിടാൻ പോവാ. ഇനി തോക്കത്ത് കൂലിക്കാരനല്ലിനി നീ ഒരു മുതലാളിയായി മാറും. ഒരു മുതലാളിയായി മാറും. പ്രോപ്പർട്ടി സംബന്ധിച്ച് ഒരു വിടുതൽ നടക്കും. കർത്താവിനെ കാണിക്കുന്ന വിദേശത്ത് നീ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഒന്നല്ല 3 സ്റ്റാർട്ട് ചെയ്യും. 3 സക്സസ് ആയി മാറും. വാഹനവുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു അത്ഭുതം നിനക്ക് ചെയ്യും. തോറ്റെടുത്തത് ദൈവം നിന്നെ ജയിപ്പിച്ചു കയറ്റും. ബ്രദറെ, ഈ തവണ പോയി തുടങ്ങിക്കോ. ഇന്നലെ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ വണ്ടിയുടെ പേര് ഞാൻ ഇവിടുത്തെ കേരളത്തിൽ കൂടെ കൊണ്ട് 1 or 2 തവണയെ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ അതിന് വില എന്തോന്ന് ചോദിച്ചാൽ പോലും എനിക്ക് പറയാൻ അറിയില്ല. പിന്നെ ഞാൻ കണ്ടത് ഗൾഫിലാണ്. ബെന്റ്ലി എന്ന് പേരുള്ള കാർ. അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ എന്ത് ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നത്? കാർ ബിസിനസ്. അത് സ്റ്റാർട്ട് ചെയ്യും. അതിൽ നിങ്ങൾ ജയിക്കും. 24 മാസം കഴിയുമ്പം ആർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റി നിനക്ക് വരും. സ്വന്തമായി ഷോറൂമിന്റെ കപ്പാസിറ്റി ദൈവം നിന്റെ കൈ തരും. ഇന്ത്യയിൽ കേരളത്തിൽ അതിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ടാവുന്ന പരിശുദ്ധാത്മാ പറയുന്നു. ന്യൂഡൽഹി പ്രാർത്ഥിച്ചോ, ദൈവം ഒരു വാതിൽ നിനക്ക് അവിടെയും തുറക്കും. കർത്താവിന്റെ കരമുണ്ട് നിന്റെ കൂടെ. ധൈര്യത്തോടെ പൊക്കോ. പ്രാർത്ഥിക്കുക. കൂടുതൽ സമയം പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പേരെങ്ങനായിരുന്നു? ശരത്. എല്ലാം ഇന്ന് ഷായ. ഇരി അവിടെ ഷായേ.
എന്തോ നിങ്ങളുടെ വീട്ടിലോട്ട് വരണം, ഞാൻ വരണം. കണ്ണൂരോട്ട് വന്നേക്കാം. കണ്ണൂർ ഓൾറെഡി വരാതെ ഞാനൊരു വീട്ടിൽ വന്നു. ഇവിടെ കണ്ട് ഇരിപ്പുണ്ടായിരുന്നല്ലോ, വേണ്ട അമ്മാമ്മയുടെ അവിടെ ആങ്ങളയുടെ അവിടെ ആരുടെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വരാതെ വന്നത്. ശരി, ഇതൊന്ന് സെറ്റിൽ ചെയ്തോട്ടെ. അച്ഛാ, നമ്മൾ ഇങ്ങനെ ഷൈജു ബ്രദർ നമ്മളിങ്ങനെ പോവാ. കർത്താവിനെ കാണിക്കുന്ന കാഴ്ച. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നേ? വർക്ക്ഷോപ്പാ. ഷടാ, ഇത് ഞാൻ പൊക്കുന്ന എല്ലാം കണക്റ്റഡ് ആണല്ലോടാ. വണ്ടി വർക്ക്ഷോപ്പ്. ടൂ വീലർ അല്ലല്ലോ, കാറാ. വർക്ക്ഷോപ്പ് ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് മുതലാളി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതോടെ എത്തിയാന്ന് കരുതിയ വണ്ടിയെല്ലാം പണിയും. പെയിന്റിങ് നന്നായി. ഞങ്ങളുടെയൊക്കെ വണ്ടി ഇച്ചിരി പെയിന്റ് അടിക്കാനെങ്കിൽ ഞാൻ കാണുന്ന കാഴ്ച പറയാം. ചുരുളിക്കോട്ട് നിന്ന് ഞാൻ കാണുന്ന കാഴ്ച, ഇടത്തോട്ടുള്ള ഓട്ടോ കിടക്കുന്ന റോഡിൽ കൂടെ ഞാൻ മേളോട്ട് കയറുക. ആ വഴി ആദ്യം ഒരു കയറ്റമല്ല, കുറച്ച് വന്നിട്ടാണ് കയറ്റം ഉള്ളത്. ആദ്യം കയറ്റമല്ല, കുറച്ചൊരു 100 മീറ്റർ വന്നു കഴിയുമ്പോൾ, 100 അല്ല, ഒരു 100 മീറ്റർ 200 മീറ്റർ കഴിയുമ്പോൾ കയറ്റം ആരംഭിക്കുന്നത്. മൊത്തവും കൂടെ 1 കിലോമീറ്റർ മേളിലുണ്ട് നിങ്ങളുടെ വീട്ടിലോട്ട്. എത്ര ഉണ്ട്? 1 കിലോമീറ്റർ ഉണ്ട്. 1 കിലോമീറ്റർ അല്ല, 1 കിലോമീറ്റർ 200 മീറ്ററും ഉണ്ട്. 1.5 കിലോമീറ്ററിന്റെ പൈസയാണ് ഓട്ടോക്കാർ വാങ്ങിക്കുന്നത്. ആണോ? അങ്ങനെയാണ് വാങ്ങിക്കുന്നത്. ഞാൻ ഈ റോഡ് കയറാൻ പോവാം. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്ന് കഴിയുമ്പം 2 കാര്യം നടക്കും. ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ വർക്ക് കിട്ടും. 2, നിങ്ങളുടെ കുറച്ച് കടഭാരം മാറും. 3, ഒരു അത്ഭുതം നിങ്ങൾക്ക് നടക്കും. ശ്രദ്ധിച്ചു. ഞാൻ ഈ വഴി കയറുക. ഞാൻ നടന്നാ വരുന്നത്. നിങ്ങൾ ഓട്ടോയ്ക്ക് പോയോ? ഞാൻ നടന്നും വരാം. ഞാൻ നടന്നിങ്ങനെ വരുക. ഞാൻ നടന്ന് മുന്നോട്ട് വരുന്ന ഉടനെ എന്നെ കർത്താവ് കാണിക്കുന്ന കാഴ്ച, ഒരു 100 മീറ്റർ അടുക്കാറാവുമ്പോൾ കർത്താവിനെ ഞാൻ ഈ വലതുവശത്തെല്ലാം റബ്ബറും തോട്ടമൊക്കെ കാണുന്നത്. റബ്ബർ തോട്ടമാ. ഞാനതാണ് കാണുന്നത്. റബ്ബർ തോട്ടമൊക്കെ കടന്ന് ഞാൻ ഈ കയറ്റം കയറാൻ പോവാ. ഈ കയറ്റം കയറി പക്ഷെ ഞാനിപ്പം നടക്കുന്ന വഴി ടാറിട്ട ഒരു റോഡാണ് നടക്കുന്നത്. അതെ, ഞാൻ നടക്കുന്ന വഴി ടാറിട്ട റോഡാണ്. റബ്ബർ തോട്ടമൊക്കെ കടന്ന് ഞാൻ ഇങ്ങനെ വരുക. ഞാനിങ്ങനെ മുന്നോട്ടൊരു ഈ കയറ്റം ഒരു വല്ലാത്ത കയറ്റമാണ്. ഈ കയറ്റം കയറി ഞാൻ ഈ കയറ്റം മേളി ചെന്നിട്ടൊരു ചെറിയ ഇറക്കം. ഓക്കെ, ശരിയാണ്. ചെറിയൊരു ഇറക്കം ഇറങ്ങി ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഏകദേശം 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരുപാട് വീടുകളുള്ള ഒരു ഏറിയ കർത്താവിനെ കാണിക്കും. അതെ, ഒത്തിരി വീടുകളാണ് ഇവിടെ മുഴുവൻ. വേറെ കാണിക്കും. ഇവിടുന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വലതുവശത്തോട്ട് താഴെയായിട്ട് കുറെ വീടുകൾ ഇരിക്കുന്ന എനിക്ക് കാണാം. ശരിയാണോ? ശരിയാ. ഇടതുവശത്ത് കയറ്റത്തിലിരിക്കുന്ന വീടുകളാണ് കാണുന്നത്, പൊക്കത്തിരിക്കുന്ന വീടുകൾ. ആണോ? നിങ്ങളുടെ ഇടത്തോട്ടാണോ കയറേണ്ടത് അതോ വലതുവശത്തോട്ടാണോ വരേണ്ടത്? അങ്ങോട്ടാണ് പോകേണ്ടത്. പൊക്കത്തോട്ട്, കോൺക്രീറ്റ് ഇട്ട റോഡ്. നിങ്ങൾ അങ്ങോട്ട് വരുന്ന റോഡാണോ അത്? ഇതും ചവിട്ടി കയറണമല്ലോ. ഏതോ ഒരു കാവാലി പിടിച്ചവൻ 2 എണ്ണം 100 എന്ന് പറഞ്ഞു 2 വീലറാണ് എവിടുന്ന് വരുന്നത്. ഏതാവന്മാര് ഒരു പൾസർ പോലത്തെ ബൈക്കേല് ജെറ്റ് പോലെ കത്തിച്ചു വരുന്നവന്മാർ.
ചെറുക്കനുണ്ടാവും. ഒയ്യോ വന്നോ കൊല്ലല്ലേടാ. ഓൻ എന്തുവാ ഇത്? ഇവന്റെ തലമുടിയൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഇവന്റെ തലമുടിയല്ല ഇതിൻ്റെ ഇടയിൽ കൂടെ കിടക്കുന്ന ചെതറി നിൽക്കുന്നൊരു തലമുടിയുള്ള ഒരു ശുഷ്കാണ്ടി ചെറുക്കൻ പയ്യനായവൻ. പക്ഷെ ജെറ്റ് പോലെ ഇവൻ പോകുന്നത്. ഞാൻ ഇനി ഇവിടുന്ന് മേളോട്ട് കയറാൻ തുടങ്ങുമ്പോഴെല്ലാം ഓരോ വാഹനങ്ങൾ വരുന്നു. ഒരു ഡീസൽ ഓട്ടോ വരുന്നുണ്ട്. അതാരുടെ? നിങ്ങളുടെ അയൽവക്കത്തുള്ള ആൾ വല്ലതും ആണോ? ആരാ അത്? ഒരു ചേട്ടൻ്റെ മോൻ്റെ. KL3 എന്ന് തുടങ്ങുന്ന ഒരു വണ്ടി നമ്പറിൽ കൂടെ KL03 അത് തുടങ്ങുന്നത് ആണോ? മാമയ്ക്കറിയോ? അച്ഛനറിയോ? KL03 ആണെന്നറിയോ? അതറിയാം. ഡീസൽ ഓട്ടോയാ. ഉണ്ട്. ആ ഏരിയയിൽ മൊത്തം 2 ഡീസൽ ഓട്ടോയുണ്ട്. 2 ഡീസൽ ഓട്ടോയുള്ളൂ. ഒന്ന് നിങ്ങളുടെ ചേട്ടൻ്റെ മോൻ്റെയാ, ഒന്ന് വേറൊരാടെയാ. അത് കണ്ടിട്ട് എസ് എന്ന് പേരിലങ്ങാണ്ട് തുടങ്ങുന്നൊരു പാർട്ടിയാ അത്. അറിയാവോ? ഇല്ല, പോട്ടെ, വിട്ടു. നീ അറിയാൻ മേലാത്തതിനെ ഇനി പൊക്കിക്കൊണ്ടുവരാൻ വലിയ പാടാ. ഈ കയറ്റം കയറി ഇനി ഏറ്റവും മേളി വരണോ? ഏറ്റവും മേളി പോണോ? റോഡ് ലൈൻ കിടക്കുന്നു, പൈപ്പ് ലൈൻ ഉണ്ട്, മേളോട്ട് കിടക്കുന്നു. മേളി വരണോ? ഇല്ലയോ? ഓ ശരി, മേളിലെങ്കിൽ മേളി. ഹമാമേ, ഞാൻ ഏറ്റവും മേളിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ റോഡിന്റെ വലതുവശത്ത് കാണുന്ന വീടാണോ നിങ്ങളുടെ വീട്? ആണോ? വലതുവശത്ത് കാണുന്ന വീട് അതാണോ നിങ്ങളുടെ വീട്? അയ്യോ, ഇതാ നിങ്ങളുടെ വീട്. നല്ലൊരു വീടാണല്ലോ. നല്ലൊരു മിറ്റമാണ്, നല്ലൊരു വീടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട വീട്. പക്ഷെ ഇത് ഈയിടെ വല്ലതും പണിതാണോ ഇത്? പണി മൊത്തം തീർന്നിട്ടില്ല. ചോദിച്ചോ. കാരണം ഈയിടെ പണിതായിട്ടാ അത് കാണുന്നത്. ഒരു ലൈഫിന്റെ പദ്ധതി വല്ലതും വന്നാണ്. അങ്ങനത്തെ വീടാ. കാരണം സെയിം അതുപോലൊക്കെയാ ഇതിന്റെ ഇരിപ്പ്. ലൈഫിന്റെ പദ്ധതി മൊത്തം പണിതിട്ടില്ലല്ലോ. മൊത്തം പണിതിട്ടില്ല. ബാക്കി കാശ് കിട്ടിയില്ലേ? അല്ല, അതൊക്കെ മൊത്തം തീർന്നു. പിന്നെ ഉണ്ട്. ഇതെങ്ങനെയാ മൊത്തം 4 ലക്ഷം ഒന്ന് കിട്ടുന്നത്? എത്ര ഇത് കിട്ടും? 4 ലക്ഷം. 4 ലക്ഷത്തിന്റെ പണിയല്ല ഇത്. അല്ല, ഇച്ചിരി കഷ്ടപ്പെട്ട് ഇതിൻ്റെ അകത്ത് കൈ നിന്നുള്ളൂടെ മുടക്കി മേളോട്ട് പണിയാം. അതെ, ഈ ഏറിയൽ ഞാൻ കണ്ടതിൽ ഇച്ചിരി ഭംഗിയുള്ള വീട് ഇതാ. ഓ, ഞാൻ പറയാൻ കാര്യം, നിങ്ങളുടെ താഴെ ഇരിക്കുന്ന വീട് ഞാൻ ഷീറ്റിട്ട വീടുകളൊക്കെ കാണുന്നുണ്ട്. താഴോട്ട് നോക്കി 1-2 ഷീറ്റിട്ട വീടുകളൊക്കെ എനിക്ക് കാണാം. ആസ്പെറ്റോ ഷീറ്റിട്ട വീട്. ക്ലബാണോ അത്? ഈ ഷീറ്റിട്ട ഇത് ക്ലബുണ്ട്. ഞാനത് വീടാന്ന് കരുതിയിരുന്നത്. വീടിൻ്റെ ലക്ഷണമുണ്ട്. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു കടഭാരത്തെ ദൈവം എടുത്ത് മാറ്റും. ഇതിന്റെ മൊത്തം പെയിന്റ് എന്നാ അടിക്കുന്നത്? വെള്ളയേ ഉള്ളൂ, വൈറ്റ് വാഷ്. മൊത്തം പെയിന്റ് എന്നാ അടിക്കുന്നേ? അടിക്കണ്ടേ? അടിക്കണം. വേണ്ട, വേണം. വിശ്വാസമുണ്ട്, അടിച്ചിരിക്കും. നമുക്കൊരു റോസ് കളർ അങ്ങ് അടിക്കാം. അതല്ലേ മനസ്സിൽ കിടക്കുന്നത്? ആണ്.
റോസ് കളർ പെയിന്റ് നമുക്കിതിൽ അടിക്കണം. അകത്താരെങ്കിലും ഉണ്ടോ? ഒരു പ്രായമുള്ള അമ്മയാ. മക്കള്? 2 പെൺമക്കള്. അതിൻ്റെ അകത്ത് ആരും കാണുന്നില്ല. മുറിക്കകത്തോണ്ട് പിള്ളേരുണ്ടായിരുന്നു. അകത്തുണ്ടായിരുന്നോ? അവിടെ 1, 2 മുറി കാണിക്കുന്നു. 2 മുറിയേ ഉള്ളൂ. 2 മുറി കാണിക്കുന്നു. വീട്ടിലോട്ട് കയറട്ടെ? വേണ്ട, വേണം. വേണം. ആമേൻ, ആമേൻ. വീട്ടിലോട്ട് കയറാൻ പോവാണേ. ഒരു പഴയ വീടിരുന്നെടുത്താ ഇപ്പൊ നല്ലൊരു വീട് ഇരിക്കുന്നത്. ശരിയാണ്, ശരിയാണ്, ശരിയാണ്. പഴയ ഒരു വീട് കണ്ടിട്ട് ഒരു മുറി എങ്ങാണ്ടേ ഉള്ളൂ. ഇതെന്ത് 2 മുറി? ഒരു പഴയ 2 മുറിയുണ്ട്. ഒരു ചെറിയ 2 മുറി. ചെറിയ. ആ വീട് ഇരിക്കുന്നിടത്താ ഇപ്പൊ ഈ വീട് ഇരിക്കുന്നത്. അതെ, അതെ. അത് ഇടിഞ്ഞു പൊളിയാറായി പരുവത്തിനൊക്കെ നിന്നതാ. അതെന്തോ മൺകട്ടയായിരുന്നു. മൺകട്ടയായിരുന്നു. അതിന്റെ അംശമൊക്കെ അവിടെ കിടക്കുന്നതിന് കാണാം. ആ വീടിന്റെ ആണോ അത്? അതൊക്കെ എനിക്ക് കാണാം. അവിടെ ഇവിടെ കിണറില്ലയോ ഇവിടെ? കിണറൊന്നും കാണുന്നില്ല ഇവിടെ. ഈ മൂലക്കിരിക്കുന്നതാണോ? അതാണോ നിങ്ങളുടെ കുഴൽക്കിണർ? ഈ മൂലക്കിരിക്കുന്നത്? നിങ്ങളുടെ വീടിന്റെ മുറ്റത്താ ഞാൻ നിൽക്കുന്നത്. വടക്ക് വശത്തായിട്ട് കേറി ചെല്ലുമ്പോ വലതുവശത്ത് കാണുന്ന മൂലക്കിരിക്കുന്നത് അതാണോ? അതിന് വടക്കെന്ന് പറയും. അതാണ് വടക്ക്. ഓക്കെ, ഡൺ. വലതുവശമാണോ വടക്ക്, ഇടതുവശമാണോ വടക്ക്? സാധാരണ അറിയോ? അറിയോ? അറിയാം. വടക്ക. വലതുവശം വലത് സൈഡ്, ഇടതുവശം തെക്ക. ഇത് മൊത്തം 5 സെന്റ് വസ്തുവാണോ ഇത്? വീട് വെക്കാൻ 5 സെന്റ് തന്നു. 5 സെന്റ് വസ്തുവാണോ ഇത്? ഓക്കെ, ആണല്ലോ. കാരണം ഞാൻ 5 സെന്റ് വസ്തുവേ കാണുന്നുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 5 സെന്റ് വസ്തു കാണുന്നു. ചെറിയൊരു മിറ്റം കാണുന്നു. അതെ, ചെറിയൊരു മിറ്റമാണ്. ചെറിയ മിറ്റം. ഞാൻ ആ ചെറിയ മിറ്റം, ഈ പൂക്കളൊക്കെ ആരാ നട്ടേക്കുന്നേ? അതിനോട് ചേർത്ത് നിൽക്കുന്ന കുറച്ച് പൂക്കളുണ്ട്, ചെടികളുണ്ട്, റോസയൊക്കെ ഉണ്ട്, ചെടികളൊക്കെ ഉണ്ട്. എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. ആരാ നട്ടേ? മോള് നട്ടാന്നോ? നമ്മളാണോ? ഞാനൊക്കെ പിഴുത് കളയുന്ന ശീലം. മുട്ടത്തോട് എൻ്റെ പെങ്ങള് കൊണ്ടുവിടും. ഞാൻ അങ്ങോട്ട് പോകുന്നെങ്കിൽ തിണ്ണയിലോട്ട് കയറട്ടെ? കയറണം. ഈ 2 സ്റ്റെപ്പ് കയറി കയറാൻ പോവാം. കറക്റ്റാ? കറക്റ്റാ. ലാഭം, നഷ്ടം, ലാഭം. അങ്ങനെയല്ലേ? ലാഭം, നഷ്ടം. ഓ, ടീച്ചറിന്റെ ആ സന്തോഷം. സ്റ്റെപ്പ് കയറി വരട്ടാത്തോട്ട് നിൽക്കുമ്പോ നമ്മുടെ അമ്മയാണോ അത്? ആണോ? അതേ മുഖഷേപ്പ്. അതുകൊണ്ട് ചോദിച്ചാ അച്ഛൻ്റെ മുഖഷേപ്പ്. അതേ മുഖഷേപ്പുള്ളൊരമ്മ. ഓ, ഒത്തിരി കഷ്ടപ്പെട്ടത്. ഒരുപാട് കഷ്ടപ്പെട്ടു. നിങ്ങൾ 3 4 പിള്ളേരോ? 4 പിള്ളേർ. 4 പിള്ളേര് അങ്ങനെ കണ്ടോട്ടോ. ഒരുപാട് ചേറിലൊക്കെ നിന്ന് പണിയെടുത്ത പാർട്ടിയാ. കഷ്ടം. ദൈവം അനുഗ്രഹിക്കട്ടെ, ആയുസിനെയും കൊടുക്കട്ടെ. ഇതിനകത്തോട്ട് കയറി. വീട്ടു നമ്പർ എത്ര? 118. ശരിയാണ്. 118. ഞാനിന്ന് വീട്ടു നമ്പർ പറയുമെന്ന് പുറച്ചു തന്നെ എന്നോട് വന്നു. F118.
1 2 3 കസേര കാണിക്കുന്നല്ലോ. അത്രയും ഉള്ളായിരിക്കും. ഉള്ളായിരിക്കും. 1 2 3 കസേര കാണിക്കും. ഓക്കെ, ചോദിച്ചേ. 3 കസാര ഇട്ടേ ഉള്ളൂ. 3 കസേര ഇട്ടിട്ടുള്ളൂ. ചുമന്ന പോലത്തെ കളറുള്ള കസേരയാ. ആന്ന് കസേര ഞാൻ കയറുമ്പോ ഈ വാതിക്കൽ ഇരിക്കുക. പിള്ളേരാ മാറ്റി വെച്ചേക്കാം. കസേര മാറ്റിയിട്ടാ കയറി നിൽക്കുന്നു. കൊച്ചു പിള്ളേരാന്നു. 2 കൊച്ചു പെൺപിള്ളേരാന്ന്. അവരെന്താ കൊണ്ടുവരാഞ്ഞ്? ഒരാൾക്ക് പല്ലുവേദനയായിരുന്നു. എവിടാ? മൂത്തവക്ക്. ചുമ്മാതാ, അതാണ്ട് അതുവഴിയൊക്കെ ഓടിച്ചാടി നടക്കുന്നു. ഒരു ഫോട്ടോ വെച്ചേക്കുന്നു. ആരുടെ? യേശുവിന്റെ. ഇത് ഈ തടി വെച്ച പുള്ളിയോ? പരിമല തിരുമേനിയുടെ. ആ നിഖിലിനെ പോലിരിക്കുന്ന കണ്ടിട്ട്. ഞാൻ അല്ലാതെ ഒരു ദൈവം ഉണ്ടാകരുതെന്നാ. കർത്താവ് യേശു ക്രിസ്തു അല്ല ഒരു ദൈവവും ഇല്ല. നിഖിൽ തൊപ്പി വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരാള്. ഞാനങ്ങനെ കാണുന്നു. ജലമാരിയിൽ ഏതാണ്ടൊക്കെ ഇരിക്കുന്നു. പിള്ളേരുടെ കലാപരിപാടിയാണോ അത്? ആണോ? ചെറിയ പൂവോ പോലെ പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനമോ ആണോ ഒക്കെ ഇരിക്കുന്നു? ആണോ മാമേ? ആണോ? വേറെ അതോടെ ഒരു നോട്ട്. ഞാൻ പോകുന്നത് നേരെ അടുക്കളയിലോട്ടാണ്. എനിക്ക് അവിടെ എന്ത് വെച്ചു എന്നറിയണം. ഈ അമ്മച്ചി തന്നെ പോയിരിക്കാം. അമ്മച്ചി അവിടെ കാണും. അമ്മച്ചി അങ്ങോട്ടൊന്ന് പോകും ഒരു കാര്യവുമില്ലാതെ. ഇങ്ങോട്ടൊന്നും ഒരു ഓർമ്മയ്ക്ക് വല്ല തകരാറുണ്ടോ? ഉണ്ടോ? ആൾ അങ്ങോട്ടൊന്ന് പോകുന്നു ഇങ്ങോട്ടൊന്ന് വരുന്നു. ഒരു സാധനം വെച്ചതെന്ന് ഓർക്കുന്നില്ല. എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തിരിച്ചു. എന്റെ മുന്നേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ഈ വലതുവശത്ത് കാണുന്ന മുറിയാണോ നിങ്ങളുടെ മുറി? കേറി ചെല്ലുമ്പം അതോ ഇടതുവശത്ത് കാണുന്നതാണ്? വലതുവശത്ത്. എന്നെ കുഴപ്പിക്കരുത്. വലതുവശത്ത് കാണുന്ന മുറിയല്ലേ നമ്മുടെ മുറി? ഓക്കെ. നിങ്ങളൊരു ചാൻസ് നിങ്ങൾക്ക് വരും. പക്ഷെ നിങ്ങൾ അതിനെ എങ്ങനെ അറ്റൻഡ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാനത് എങ്ങനെ എനിക്ക് പറയാനും തോന്നുന്നില്ല, പറയാതിരിക്കാൻ. കാരണം നിങ്ങൾ യാത്ര ചെയ്യുന്നതാ ഞാൻ കാണുന്നത്. ഫ്ലൈറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. 10 പ്രാവശ്യം പോയിട്ടുണ്ട്. 10 പ്രാവശ്യം ഫ്ലൈറ്റ് കയറി. ഇപ്പൊ എവിടെയാ ജോലി ചെയ്യുന്നത്? സിംഗപ്പൂരിലായിരുന്നു. പിന്നെ വന്നതാ. ഇപ്പൊ വന്നതാണോ? സിംഗപ്പൂരിൽ നിന്ന് വന്നതാണോ? ഓക്കെ. ഈ പ്രാവശ്യം അവിടെ ചെല്ലുമ്പോൾ ഒരു സെറ്റിൽമെന്റ് നടക്കും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു സെറ്റിൽമെന്റ് അവിടെ ചെയ്യും. ഈ പ്രാവശ്യം നിങ്ങളുടെ സമയമാണ്. പോകുന്നുണ്ടോ? ഇല്ലാന്ന് വെച്ച് ഞാൻ പോരുന്നതാ. പോണം. ഇവിടെ നിന്നിട്ട് എന്തോ എടുക്കാനാ?
കുഞ്ഞുങ്ങളെ നോക്കാനാ. വിടണ്ടേ? പിള്ളേരൊക്കെ വളർന്നുകൊണ്ട് പോകുന്നില്ല. ആണോ? ഒരു തവണ ഇവിടെ പോയിട്ട് വാ. പോന്നോ? ഇപ്പോഴത്തെ ചെറിയ സമ്പാദ്യം വെച്ച് ഒന്നും ആകുകയില്ല. ഒന്നും ആവത്തില്ല. ഒന്നുമില്ല. SBIക്ക് അത് ചെറിയ ഒരു ഒന്നുമില്ല ചെറുതായിട്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ടും ഈ SBI ഒന്നും നിറഞ്ഞില്ലേ? ഒന്നുമില്ല. 5000 ആണോ കിടക്കുന്നത്? അറിയത്തില്ല. പിന്നെ എത്ര ഉണ്ട്? അത്രയായിരിക്കും. അതിനാ മാമ ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാതായി പോയല്ലോ അതിൻ്റെ അകത്ത്. വീടിന് വേണ്ടിയുള്ള ചെയ്ത പക്ഷെ ഒന്നും ശരിയാവുന്നില്ല മാമ. ഒന്നും ശരിയാവും. ഇത്രയൊന്നും വരേണ്ട ആളല്ല. കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 5 ലക്ഷം രൂപ ഇപ്പൊ ഡിപ്പോസിറ്റ് വരേണ്ട സമയം കഴിഞ്ഞു. ആഗ്രഹം ഉണ്ടായിരുന്നു, പോയി. ശരി, സാരമില്ല. കർത്താവ് പോന്നെങ്കിൽ ഇപ്പൊ വിടും, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. സാരമില്ല. 7, 8 എത്രയല്ലേ പെൺപിള്ളേര്? 9. ഒരാൾ 8 കാണിക്കുന്നത്. ഈ വർഷം 8 8 9 മറ്റേയാളോ 4 5 അല്ല 4 കയറുകയെന്നോ? 5 കാണിച്ചോട്ടെ. 4 കയറുക. ഓക്കെ, ഡൺ. ഇടതുവശത്തെ മുറിക്കകത്തോട്ട് ഞാൻ ചെന്നിങ്ങനെ നിൽക്കുക. ഇടതുവശത്തെ മുറിയല്ല ഞാൻ കണ്ടു, ഭംഗിയായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അകത്തോട്ട് കയറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ കയറുന്നില്ല, ആളില്ലാത്തതുകൊണ്ട്, സമയം പോയതുകൊണ്ട്. ഇപ്പുറത്താണോ പിള്ളേരുടെ മുറി? അമ്മച്ചിയുടെയും പിള്ളേരുടെ മുറി ഇപ്പുറത്താണോ? അമ്മച്ചി അവിടെ ഒരു കട്ടിലയിൽ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. അതുകൊണ്ട് ചോദിച്ചതാ. ഒരു കട്ടിലയിൽ ഇരിക്കുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട് തന്നെത്താനിരുന്നു. പിള്ളേരോട് എന്തൊക്കെ ആലയ്ക്കുമായിരുന്നുണ്ട്. അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ, എന്തിയെന്നൊക്കെ ചോദിക്കുന്നു. ഓക്കെ, ഞാനത് കഴിഞ്ഞ് അങ്ങോട്ട് അതും കടന്ന് ഞാൻ അടുക്കളയിൽ വരുമ്പോൾ ഈ നല്ല മനോഹരമായ ഒരു അടുക്കളയാണല്ലോ ഇത്. ഈ ഇത്രയും പൈസക്ക് ഇത്ര എങ്ങനെ ഒപ്പിച്ചത്? ഫ്രിഡ്ജിൻ്റെ അകത്ത് വല്ലതും ഇരിപ്പുണ്ടോ? ഞാൻ തുറന്നു നോക്കട്ടെ. പോവാ, തുറന്നു നോക്കട്ടെ. ഇത് ഒരു തരം നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജിന്റെ കളറാണല്ലോ ഇത്. ഏതാ ഈ കളർ? ഇതെന്താ കളറാ ഇത്? ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഏതാ? സിൽവർ കളർ. നിങ്ങളുടെ വീട്ടിലേതാ ഇരിക്കുന്നത്? സിൽവർ. ഞങ്ങളുടെ വീട്ടിലേതാണ്? സിൽവർ ആയിരിക്കും. ഞങ്ങളുടെ വീട്ടിലെ അതേ ഫ്രിഡ്ജിന്റെ കളറാണ് ഈ വീട്ടിലെ ഫ്രിഡ്ജിന്റെ കളർ. കമ്പനി ഏകദേശം അതുപോലൊക്കെ തോന്നുന്നല്ലോ. എന്തോ എൽജിയോ ഏതായത്? വേൾപൂളാണത്. പഴയതാണല്ലോ. ഒരെണ്ണം ഇല്ലയോ? ഇവിടെ ഇല്ലാത്ത ആളുകളുണ്ട്. ഫ്രിഡ്ജില്ലാത്തവരെല്ലാം ഒന്ന് കൈ പൊക്കിക്കേ. ഇല്ലയോ മാമ? ഉണ്ടാകട്ടെ. വാങ്ങിക്കണം. കാലിനെങ്ങനുണ്ട്? കർത്താവ് ഈ ഫ്രിഡ്ജ് നിറയട്ടെ. ഇതിൻ്റെ അകത്ത് നിറയും കേട്ടോ, നിറയാതിരിക്കത്തില്ല. തുറന്നു നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു നാരങ്ങയാന്ന് തോന്നി ഇതിരിക്കുന്ന കാണുന്നു. അതുകൊണ്ട് ഇത് നിറയട്ടെ. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഇവരുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ ഈ സ്ഥിതി മാറും. നിങ്ങൾ വന്നിരിക്കുന്ന 2-3 വിഷയം വേറെ ഉണ്ട്. ഈ വസ്തുവുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു കുരുക്കിനെ അഴിക്കും. ഈ സ്ഥിതി മാറും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ പോകുന്നെങ്കിൽ പോകുക. കാര്യം ഒന്നുകൂടെ ഒന്ന് പോകണം. ഒരു സെറ്റിൽമെന്റ് ചെയ്യണം. ദൈവത്തിൻ്റെ കരമുണ്ട്. അച്ഛാ, കർത്താവിനെ കാണിക്കുന്നു. ഇന്നുണ്ടെങ്കിൽ നാളെ ഇല്ലാത്തൊരവസ്ഥയാണ് കർത്താവിനെ കാണിക്കുന്നു. ഇന്ന് വർക്കുണ്ട്, നാളെ ഇല്ല. അതുപോലെ ഓടുന്നത്. വർക്കുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. ഒന്നും സമയത്തിന് തീരുന്നുമില്ല, ഒന്നുമില്ല. പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും. ഫോട്ടോയിൽ കാണുന്ന നിഖിലിനെ മാറ്റണം.
ഫോട്ടോയിൽ കാണുന്ന നിഖിലല്ല ദൈവം. കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ദൈവം. ആ ബോധ്യം നമുക്ക് വേണം എപ്പോഴും. കേട്ടോ, രക്ഷിക്കപ്പെടണം, ജ്ഞാനപ്പെടണം. കൂട്ടായ്മ എങ്ങനെയാ വന്നേ? നമ്മള് സ്നാനപ്പെട്ടതാണ്. കൊടുകൈ സ്നാനപ്പെട്ടത് കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം. സ്നാനപ്പെടണം. ഇത്രയും നാളും പോയിട്ട് ഗുണമൊന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടായോ? ഗുണമുണ്ടായിരുന്ന പോക്കറ്റിൽ ആ 500-ന്റെ താളും പിന്നെ ഒരു 100 രൂപയുടെ താളുമായിട്ട് മാത്രം ഇരിക്കത്തില്ലായിരുന്നു. 10,000 രൂപ കണ്ടേനെമായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. 650 രൂപയായിട്ട് അടുത്ത കണ്ടുണ്ട്. 650 ഉണ്ടോന്ന് സംശയമായില്ല. ശരിയാ. ഭിത്തിയുടെ കളർ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. വരുത്തും. സ്ഥിതി മാറണം. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ സ്ഥിതി മാറുകയില്ല. ജീവനും കിട്ടും, നിത്യജീവനും കിട്ടും. ലൈഫ് സെറ്റിൽമെന്റാ. ഞങ്ങളല്ല അതിൻ്റെ തെളിവുകളാണ്. ഒരിക്കലും പട്ടിണി കേറത്തില്ലെന്ന് ഞാൻ ഉറപ്പ് പറയാം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? നീ ദാരിദ്ര്യത്തിൽ കിടക്കുകയില്ല. ഞാൻ ഉറപ്പാ പറയുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിൽ വിശ്വസിക്കണം. അതിൽ മാത്രം വിശ്വസിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോയിരുന്നാട്ടെ. ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവുമാകത്തില്ല. എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായടുത്തേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും, എത്ര പാഴാണേലും, എത്ര നീ വെറുക്കപ്പെട്ടവനായിരുന്നാലും, എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും.